അപ്പോ നമ്മുടെ ഡോസ്റ്റിൻ എന്ന ഈ ഹൗസ് കീപ്പിംഗ് കമ്പനിയെ കുറിച്ചാണ് അറിയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1985 ഞാൻ വിദേശത്ത് പോയി തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. ഏതാണ്ട് 13-14 വർഷത്തോളം അവിടെ സ്വന്തമായി തന്നെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഡോസ്തീൻ എന്ന പേര് കൊടുത്തു. അത് ഹൗസ് കീപ്പിംഗ് തന്നെയാണ് അതിന്. അറബി നാട്ടിൽ തന്നെ അത്യാവശ്യം വന്ന് ഞാൻ ഇറങ്ങുമ്പോൾ 300ഓളം സ്റ്റാഫിന് എല്ലാ മേഖലകളിലും, ഹോസ്പിറ്റൽസ്, എയർപോർട്ട്, ഹെൽത്ത് സെന്ററുകൾ, അങ്ങനെ പല മേഖലകളിലും, കോളേജ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ നമ്മുടെ അവിടുത്തെ കുറച്ച് ലേബർ ഇഷ്യൂസുകളും നിയമങ്ങളും ഒക്കെ മാറിയപ്പോൾ നാട്ടിലേക്ക് വന്ന് വഴുതക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത് അന്ന് ഇതിനൊരു ആരംഭം വന്നു. ഏതാണ്ട് 17 വർഷത്തോളമായി ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന ഡിവിഷനിൽ എന്തൊക്കെ കൊടുക്കാമോ, അതായത് ഇങ്ങനത്തെ ലേബർ മുതൽ അങ്ങനത്തെ മാനേജർ വരെയുള്ള പോസ്റ്റുകൾ. അതിനോടൊപ്പം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10,000-4000-ഓളം തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 2000-ഓളം പേര് അതിനകത്ത് പെർമനന്റ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം വന്നു പോയ അത്തരം കൂടി പറഞ്ഞിട്ടാണ് ഈ പറയുന്നത്. പിന്നെ എന്താണ് ഈ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയാൻ, ഒന്ന്, നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണെങ്കിൽ അവിടെ നമ്മുടെ ക്ലീനിങ്, ഹൗസ് കീപ്പിംഗ് തുടങ്ങി ശരിക്കും അതിന്റെ അങ്ങനത്തെ ഫെസിലിറ്റി മാനേജർ വരെയുള്ള പോസ്റ്റ് ഞങ്ങൾ തന്നെയായിരിക്കും കൊടുക്കുന്നത്. അത് മാത്രമല്ല, ഒരാളിനെ നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ട് തിരിച്ച് ഇത് ഞങ്ങളുടെ വർക്ക് കഴിഞ്ഞു, ഞങ്ങളിത് കാളെ അതല്ല, ഞങ്ങൾ അവർക്ക് വേണ്ടുന്ന ആ ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റൽ, സ്കൂളാണെങ്കിൽ കോളേജാണ്, അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ഒന്ന് അവർക്ക് കൊടുക്കുന്ന രണ്ട് മിഷനറീസ്, മെറ്റീരിയൽസ്, യൂണിഫോം, കെമിക്കൽസ്, PF, BSA, ഇതെല്ലാം കൊടുത്തുകൊണ്ട് അന്നും ഇന്നും ഒരുപോലെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ച് പറയുന്നത്. പിന്നെ അത്തരം മേഖലകളിൽ ഉൾപ്പെടുന്നതാണ് സെക്യൂരിറ്റി, ഡ്രൈവേഴ്സ്, അറ്റൻഡർ, നമ്മുടെ ആംബുലൻസ് ഡ്രൈവേഴ്സ്, ലിഫ്റ്റ് ഓപ്പറേറ്റർ, അങ്ങനെയുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള മെയിൻ്റനൻസ്, പ്ലംബർ, ഇലക്ട്രീഷ്യൻ, അങ്ങനെ എല്ലാവിധ വർക്കുകളും ഈ ഹോസ്പിറ്റാലിറ്റിയിൽ ഉൾപ്പെടുന്നു. പിന്നെ സെക്യൂരിറ്റി സർവീസ് എന്ന് പറയുമ്പോൾ ഞങ്ങള് അധികവും ഹോസ്പിറ്റൽസ്, ഫ്ലാറ്റ് എന്നീ സ്ഥലങ്ങളിലാണ് സെക്യൂരിറ്റി സർവീസിനെ കൊടുക്കുന്നത്. 24 hours 8 hours എന്നുള്ള ഡ്യൂട്ടിയിൽ അധികവും എക്സ്പീരിയൻസും എക്സ് മിലിറ്ററീസും അല്ലെങ്കിൽ റിട്ടയർ ആയ എന്തെങ്കിലും മറ്റേതെങ്കിലും ഓഫീസിൽ നിന്ന് വിരമിച്ചവർ ആയിട്ടുള്ളവർക്കാണ് സെക്യൂരിറ്റിയുടെ മുൻഗണന. അത് വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ സൂപ്പർവൈസിങ്ങും നൈറ്റ് പെട്രോളിങ്ങും എല്ലാം ആൾക്കാരെ കൊടുത്തുകൊണ്ട് അതും ഏകദേശം ഒരു 250 പേരോളം സെക്യൂരിറ്റി സർവീസ് കേരളത്തിൽ, എറണാകുളം മുതൽ തമിഴ്നാട് തക്കല വരെ ഞങ്ങൾക്ക് സൈറ്റുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് എല്ലാ സ്ഥലങ്ങളിലും ഞാൻ എന്റെ സാന്നിധ്യം എത്തിക്കുന്നുണ്ട്. പറ്റുന്നിടത്തെല്ലാം ഞാൻ പോയി മാനേജ്മെന്റിലാണെങ്കിലും നമ്മുടെ സ്റ്റാഫുകളൊക്കെ ആണെങ്കിൽ അവരുടെ വിവരങ്ങൾ കൂടുതൽ അറിയാനാണ് ഞാൻ സൈറ്റുകളിൽ പോകുന്നത്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വേറെ എവിടെയെങ്കിലും മറ്റു ഭാഗങ്ങളിൽ മാനേജ്മെന്റ് സൂപ്പർവൈസറുടെ ഭാഗത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് എല്ലാവരോടും നേരിട്ടറിഞ്ഞ് അവരോട് സംസാരിച്ച് അവരിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞിട്ട് അതിലെ തെറ്റും ശരിയും കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഹോസ്പിറ്റലിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് 17 വർഷമായി എന്ന് തുടങ്ങി, ആ ഹോസ്പിറ്റൽ എന്ന് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നെയ്യാറ്റിൻകര രീതി. അവരുടെ തന്നെ 3 ഹോസ്പിറ്റലുകൾ ഞാൻ അല്ലാതെയും ചെയ്യുന്നുണ്ട്. ബാലനാപുരത്തുള്ള മൈക്രോ ഉണ്ട്, അതുപോലെ തന്നെ തക്കലയുള്ളൊരു ചെറിയൊരു ഡിവിഷന്റെ മറ്റൊരു ഹോസ്പിറ്റലുണ്ട്. ഹോസ്പിറ്റൽ മേഖലകളിൽ ഞങ്ങളിപ്പോൾ 4-6 ഹോസ്പിറ്റലുകൾ ചെയ്യും. ഇപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് കോളേജ്, സ്കൂള്, ഇന്റർനാഷണൽ സ്കൂളുകളുടെ അഫിലിയേറ്റാണ്. അതിനുള്ളിൽ വരുന്ന എല്ലാ ടീച്ചർ അസിസ്റ്റന്റ് വരെ
ഹൗസ് കീപ്പിംഗ്, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, ഡേ കെയർ അസിസ്റ്റന്റ്, അങ്ങനെ തുടങ്ങുന്ന എന്തൊക്കെയാണോ അവിടെ സ്കൂളിലേക്ക് വേണ്ടുന്ന ഫെസിലിറ്റീസ് അതെല്ലാം സ്കൂൾ കോളേജുകളിലും കൊടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ ശ്രദ്ധ ചെലുത്തുന്നത് കോളേജ്, സ്കൂളും, ഹോസ്പിറ്റൽസ്, പിന്നെ ഫ്ലാറ്റുകൾ, ചെറിയ ഓഫീസുകൾ, അത് മറ്റൊരു കാറ്റഗറിയിൽ. ഫാമിലി എന്ന് പറയുമ്പോൾ എനിക്ക് വൈഫ്, ഒരു മകൻ ഉണ്ട്. മകനിപ്പോ വിവാഹിതനും ഒരു കുട്ടിയുമായിട്ട് UK നിൽക്കുന്നു. വൈഫാണ് ഇപ്പോൾ നമ്മുടെ കമ്പനി ശരിക്കും റൺ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും അഡ്മിനും എനിക്കുള്ളൊരു ഫുൾ സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഓഫീസ് കൺട്രോൾ ചെയ്യുന്നത് എൻ്റെ മകള് തന്നെയാണ്. അക്കൗണ്ട്സും അഡ്മിനും നോക്കുന്നത് എൻ്റെ ഈ മകളാണ്.